ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പൗഡർ ടിന്നും ഒരു ബോട്ടിലുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് ഒന്ന് പറിച്ചു മാറ്റണം. പിന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് ഈ അടപ്പ് പോലെ അതൊന്ന് മുറിച്ചു മാറ്റണം. നമുക്ക് നൈഫ് ചൂടാക്കിയിട്ടാണ് മുറിച്ചത്, അതാകുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞെങ്കിൽ പോന്നോളൂ. സാധാരണ ലൈറ്റ് ഹൗസുകളിൽ വെള്ളയും റെഡുമാണ് കളർ, അതുകൊണ്ട് ഞാൻ വെള്ളയും റെഡുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കവർ കളയുമ്പോൾ നമുക്ക് വൈറ്റ് കിട്ടും. പിന്നെ നമ്മൾ റെഡ് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് ഓർത്തിട്ടാണ് കവർ കളയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് റെഡും വൈറ്റും അപ്ലൈ ചെയ്താലും മതി. ഇതേപോലെ ഒരേ അളവിൽ കാർഡ്ബോർഡിൽ കുറച്ച് റൗണ്ട് കട്ട് ചെയ്തെടുക്കണം നമ്മൾ. അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ടിഷ്യൂ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ടിഷ്യൂ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പുറത്തേക്ക് റെഡ് കളർ അപ്ലൈ ചെയ്യാം. ലൈറ്റ് ഹൗസിൻ്റെ മുകൾ ഭാഗം നമ്മൾ ചെയ്യുന്നത് ഈ ബോട്ടിൽ കൊണ്ടാണ്. ഇതിൻ്റെ സെൻറ്റർ പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ഈ സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഉള്ളിലേക്ക് നിൽക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് സാധാരണ നമ്മുടെ ബുക്കിൻ്റെ ഒരു കവർ പേപ്പറാണ്. അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മേൽക്കൂര പോലെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ പൗഡർ ടിന്നിൽ നമുക്ക് കളർ അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ സെല്ലോ ടേപ്പ് ഒരേ അളവിൽ വെച്ച് കട്ട് ചെയ്യും. അതായത് ആദ്യം വൈറ്റ്, പിന്നെ റെഡ്, വൈറ്റ്, റെഡ്, അങ്ങനെ ഒരേ അളവിൽ വരാനായിട്ടാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ സെല്ലോ ടേപ്പ് പറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കത് ഒരേ ലെവലിൽ ആ കളർ നമുക്ക് കിട്ടും. കളർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ സെല്ലോ ടേപ്പ് ഒന്ന് പറിച്ചെടുക്കാം. ഇതിൽ മുഴുവൻ കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കാർഡ്ബോർഡ് ഒട്ടിച്ച് വെച്ചതിലേക്ക് ആ രണ്ടാമത് മുറിച്ച പ്ലാസ്റ്റിക് ക്യൂബ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരു പേപ്പറിലേക്ക് കുറച്ച് ഈർക്കിലി എടുത്തിങ്ങനെ കുത്തി നിർത്തിയേക്കുവാണ്. അത് ഒരു പിന്നെടുത്ത് കുത്തിയിട്ട് അവിടേക്ക് ആ ഈർക്കിലി വെച്ച് ഒട്ടിച്ചേക്കുവാണ്. ഇനി നമുക്ക് അതിലേക്കൊരു നൂലും കൂടി ചുറ്റി കൊടുക്കാം. എന്നിട്ട് അതിന് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് എന്നിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മേൽഭാഗവും താഴത്തെ ഭാഗവും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കഴിഞ്ഞ ദിവസം ചോദിച്ചു നമുക്കിനി എന്തുവാണ് ചെയ്യേണ്ടത്, ബോട്ടിൽ ആർട്ടാണോ ക്രാഫ്റ്റ് ആണോ എന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചേച്ചി എപ്പോഴും ബോട്ടിൽ ആർട്ടല്ലേ ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തെന്നാൽ പൗഡർ ബോട്ടിൽ വെച്ചിട്ട് ഇത് ചെയ്യാമെന്ന് ഓർത്ത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ക്രാഫ്റ്റും വാൾ ഡെക്കറും ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട്. ഹായ് അബിതക്കുട്ടി, സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഫിദ ഷെർണ എന്ന് പറയുന്ന കുട്ടി, അത് തീരെ ചെറിയ കുട്ടിയാണ്, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് ഒരുപാട് കുഞ്ഞു കുട്ടികൾ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട്. അപ്പോൾ അവരുടെ അമ്മമാർ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും എൻ്റെ മോള് 3ലാണ് അവളിത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. നമുക്കിതല്ല ഏറ്റവും വലിയൊരു സന്തോഷം.
പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ചെയ്തതിൻ്റെ ഫോട്ടോ അയക്കുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കുറച്ച് ഫോട്ടോസും കൂടി ആയി കഴിയുമ്പോൾ നമുക്കതൊരു വീഡിയോ ആയിട്ട് ഒരു ദിവസം ചെയ്യാം. ഇപ്പോൾ ഒരു പൗഡർ ടിൻ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ലൈറ്റ് ഹൗസ് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ കുഞ്ഞു ലൈറ്റ് ഉണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ഉള്ളിൽ അത് വെച്ചാലും മതി. അപ്പോൾ കറക്റ്റ് ഒരു ലൈറ്റ് ഹൗസ് പോലെ തന്നെ ആയിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.